നാട്ടിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ജർമ്മനിയിൽ വന്ന് ജോബ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കാർഡ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോബ് കിട്ടില്ല. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോബ് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജർമ്മനിയിൽ ഒരു 95% ജോബ് കിട്ടാനും ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെയാണ് ജർമ്മനിയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്കിൽസ് ഉണ്ടോ എന്ന് നോക്കുക. നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് എന്തോരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ ജോബിനും ജർമ്മൻ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ജർമ്മനിയിൽ വരാനായിട്ട് അറൗണ്ട് ഒരു 12 lakh rupees ബ്ലോക്ക്ഡ് എമൗണ്ട് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫീൽഡിൽ ജോബ് കിട്ടാനായിട്ട് നിങ്ങളെ പ്രൊഫൈൽ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണോ അതുപോലെ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അതുപോലുള്ള സ്കിൽസ് എല്ലാം അക്യൂർ ചെയ്തിട്ട് ജർമ്മനിയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജർമ്മനിയിൽ ജോലി കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് നിങ്ങൾക്ക് സ്കൈവോക്കിൻ്റെ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് എന്ത് സർവീസസിനാണെങ്കിലും സ്കൈവോക്കിനെ കണക്ട് ചെയ്യാവുന്നതാണ്.